നമുക്കപ്പോൾ ക്യാപ് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇതേപോലെ പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ വേണം. അപ്പോൾ 2 പേപ്പറിൽ ഞാൻ ഫ്രണ്ട് പാർട്ട് എന്ന് എഴുതി വെക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ബാക്കിന് വേണ്ടിയിട്ടാണ്. ബാക്കിന് ഒരു സിംഗിൾ പീസ് മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ 3 എഴുതിയ പാറ്റേണിൽ ഫ്രണ്ടിൽ കട്ട് ചെയ്യേണ്ട പാറ്റേൺ ആദ്യം എടുക്കാം. ഇതിൽ ഞാൻ ഫ്രണ്ട് ബോഡി പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ക്ലോത്തിൽ വെക്കേണ്ടത്. പാറ്റേൺ ഞാൻ 1 സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് അതിൽ ഫോൾഡിങ്ങിൻ്റെ ചിഹ്നം ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ നോർമലി നമ്മുടെ ഡ്രസ്സിനൊക്കെ എടുക്കുന്ന പോലെ നമ്മുടെ എത്രയാണോ ഷോൾഡർ അത് അടയാളപ്പെടുത്താം. പിന്നെ താഴേക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. എന്നിട്ട് അതിങ്ങനെ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ചെസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ ചെസ്റ്റ് അവിടെ മാർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ബോഡി മെഷർമെൻ്റ് ആണ്. അതായത് ഒരു റൗണ്ടൊക്കെ ഒരു 32 വരുന്ന രീതിയിലുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടുന്ന് നമുക്ക് വേസ്റ്റ്, അതായത് ബ്ലൗസിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്താം. ഇതൊക്കെ നമ്മൾ ബേസിക് നമ്മൾ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്ന മെഷർമെൻ്റ് ആണ് കേട്ടോ. ഇനി ഇതിൽ നിന്നാണ് നമുക്ക് ക്യാപ് ബ്ലൗസിൻ്റെ മോഡലിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഈ പാറ്റേണിൽ തന്നെ നമ്മൾ അലവൻസും കൂടി ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ ഒരു 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്കും അതേ 1 ഇഞ്ച് കൊടുത്തിട്ട് ആ 2 ലൈനും ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴേക്കുള്ള ഒരു 1/2 ഇഞ്ച് മടക്കി തയ്ക്കേണ്ടത് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അലവൻസ്, അതായത് തയ്യൽ തുമ്പെല്ലാം പാറ്റേണിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പാറ്റേൺ തുണിയിൽ വെച്ചിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആം ഹോളിൻ്റെ താഴെ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആം ഹോളിൻ്റെ കേവ് വരക്കാൻ വേണ്ടിയിട്ട് ആം ഹോൾ സെൻറ്റർ, ഇപ്പോൾ 6 നമ്മൾ ആ ആം ഹോളിൻ്റെ 1 സൈഡ് എടുത്തെങ്കിൽ അവിടെ ഒരു 3 വെച്ചിട്ട് മിഡ് കണ്ടിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആം ഹോൾ കിട്ടി. ഇനി ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആം ഹോളിൻ്റെ ആ ഭാഗമില്ലേ താഴോട്ടേക്ക് വരച്ച് അവിടെ ഒരു 2.5 ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പാറ്റേൺ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇതിൽ സ്വീറ്റ് ഹാർട്ട് നെക്ക് വരച്ചിട്ടാണ് ചെയ്തത്. ഇതങ്ങനെ വേണ്ട. നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്കിന് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കൊടുത്തിട്ട് അത് ഈ 2.5 നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഭാഗത്തേക്ക് ഇതേപോലെ ആ ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി. അതായത് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യുന്ന രീതി. ഇനി നമ്മൾ ഈ വരച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയി എന്ന് തോന്നുന്നു. ഇല്ല, വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇതേപോലെ ഒന്ന് ആ 2.5 വരുന്ന ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ആം ഹോളിൻ്റെ ഭാഗത്ത് ഞാനൊരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ്, അതായത് തയ്യൽ തുമ്പിൽ വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ച അലവൻസോട് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് ക്ലോത്തിൽ വെച്ചിട്ട് മുറിച്ചാൽ മതിയല്ലോ. ഇനി ഈ ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് ഫ്രണ്ടിൽ കഴുത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഞാൻ 2.5 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് കഴുത്തിൻ്റെ നീളവും എടുത്തിട്ടുണ്ട്. കാരണം നമുക്കിത് കോളർ വരേണ്ടതാണല്ലോ. എന്നിട്ട് അത് നമുക്കൊരു ബോക്സ് ആയിട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് പേര് കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്ര ഏജുള്ള കുട്ടിയുടെ അളവ്. നമ്മുടെ നോർമൽ അളവൊക്കെ തന്നെ കൊടുത്തിട്ട് അതിൽ ഈ അളവ് വരുമ്പം കുറച്ച് മാറ്റങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ 2 ഇഞ്ച് എടുക്കേണ്ടടുത്ത് നിങ്ങൾ 1 ഇഞ്ച് എടുക്കുക. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ പാറ്റേണിൽ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ ആംബോളിൻ്റെ അടുത്ത് താഴേക്കുള്ള 1/2 ഇഞ്ച് അതിവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ബോക്സിൻ്റെ അവിടെ നിന്ന് ഈ ആം ഹോളിലേക്ക് നമ്മുടെ എന്താ പറയുക ആ ഷ്രഗിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഷ്രഗല്ല ആ ഒരു പീസ് മുകളിലെ നെക്കിൻ്റെ പീസ്, ആ പീസ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ 2 പാറ്റേണും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരക്കാം. എനിക്കിപ്പം പണ്ട് മുതലേ ഈ ഫ്രഞ്ച് കേവ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതൊരു ശീലമായി, അതുകൊണ്ട് മാത്രം എടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ തുണി മുറിക്കുന്ന കത്രികേനെ കൊണ്ട് പാറ്റേൺ കട്ട് ചെയ്യാൻ പാടില്ല, കാരണം പേപ്പർ കട്ട് ചെയ്യുമ്പോൾ മൂർച്ച പോകും. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ആ ഭാഗത്തുള്ള പാറ്റേണും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പീസിൻ്റെ ചുറ്റും ഒരു 1/4 ഭാഗം തയ്യൽ തുമ്പിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോത്തിലെ പാറ്റേണിൽ നമ്മൾ ഇതിനിവിടെ ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഒരു അരയല്ല 1/4 ഇഞ്ച് കൊടുക്കണം, കാരണം നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിട്ടേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് ഒന്നുമില്ല, ആ കഴുത്തിൻ്റെ ഭാഗത്ത് 2.5 തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ട് താഴേക്ക് ഒരു 1/2 ഇഞ്ചിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമുക്ക് കോളർ നെക്കാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ ഈ പാറ്റേണൊക്കെ ഒന്ന് ലൈനിങ്ങിൽ അതേപോലെ വെച്ചിട്ട് മുറിച്ചെടുത്തു. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ബാക്ക് പാർട്ട് പാറ്റേൺ അവിടെ, അതായത് നമുക്കവിടെ ഓപ്പണിംഗ് ഉള്ളതല്ലേ, ഹുക്സോ എന്താണെന്ന് വെച്ചാൽ വെക്കണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് പുറകിലോട്ട് ഇതേപോലെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഓപ്പണിങ്ങിന് നമുക്കവിടെ പീസ് പോകും, ഇല്ലെങ്കിൽ അവിടെ ആ ഒരു അളവിൻ്റെ വേരിയേഷൻ വരും. അതേപോലെ ഈ ഒരു പാർട്ട് ഞാൻ ആദ്യം ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ. അതിൽ നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്ക് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, ഈ ഒരു ബോഡി പീസ് മാത്രമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ഇത് തമ്മിലുള്ള ഈ 2 കട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്.
ഇനി അടുത്തതായിട്ട് കട്ട് ചെയ്യേണ്ടത് ഈ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ജോയിൻ്റൊക്കെ ചെയ്യേണ്ട എല്ലാ ഭാഗത്തും ഒരു 1/4 ഇഞ്ച് എന്തായാലും വിടണം. കാരണം നമുക്ക് പീസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പം ഇല്ലെങ്കിൽ നല്ല വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതേ ഡിസൈനിൽ, അതായത് ആ കീ ഹോൾ വന്നിട്ട് തന്നെയാണ് ബാക്ക് പാർട്ടും ചെയ്യുന്നതെങ്കിൽ ഈ ഒറ്റൊരു പാറ്റേൺ മതിയായിരിക്കും. നമുക്ക് ബാക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ചെയ്തതുപോലെ ഉള്ളൊരു പാറ്റേൺ വേണ്ട. ഈ പാറ്റേൺ വെച്ചിട്ട് തന്നെ ഫ്രണ്ടും ബാക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം എന്ന് വെച്ചാൽ ഫ്രണ്ടാണ്, ബാക്ക് നമുക്ക് 2 പീസായിട്ടാണ് വേണ്ടത്. ഫ്രണ്ടിലാണ് നമ്മൾ ഫോൾഡിങ് കൊടുക്കുന്നത്. അപ്പം അവിടെ ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുത്തു. എന്നിട്ട് ലൈനിങ്ങിന് കണക്കായിട്ട് തന്നെ മുറിച്ചെടുക്കാം. കാരണം നമുക്കിനി ഇവിടെ അലവൻസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഓൾറെഡി ലൈനിങ്ങിൽ അലവൻസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തത്. ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതേപോലെ അടുത്തതായിട്ട് ബാക്ക് പാർട്ട് ഇതേപോലെ 2 പീസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ തേര് വരുന്ന ഭാഗത്ത് ഓപ്പണിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ബാക്ക് പാർട്ട് ഞാൻ കീ ഹോൾ വരുന്ന ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലെ പാറ്റേൺ അതേപോലെ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് സിബ്ബോ കുടുക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. ഞാനിവിടെ ഹുക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലുള്ള ചെറിയ പീസാണ്, അവിടെ ഞാൻ ഈ ഒരു വർക്ക് ഡിസൈനുള്ള പീസാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ആ ഷോൾഡർ വരുന്ന ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ഒന്നും ആവാണ്ട് നല്ല നേരെ തന്നെയുള്ള പീസ് കിട്ടും. ഈ ഭാഗം ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗം ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കട്ട് ചെയ്യുമ്പം. അങ്ങനെ ഇതൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കട്ടിങ് ഈസി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏത് ഏജിലുള്ള ആൾക്ക് വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഷോൾഡറും അതും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം 2 ഇഞ്ചൊക്കെ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അവിടെ നമുക്ക് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഒക്കെ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ചെറിയ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ 2.5 ഇഞ്ചൊക്കെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എടുക്കുന്നതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. കുട്ടിക്ക് അത് ഇറങ്ങി പോകുമെന്നൊക്കെ ഒന്ന് മെഷർ ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഇടാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. കട്ട് ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ